ഫ്രണ്ട്സ്, നമ്മുടെ ഹിമാലയ പർവ്വതങ്ങളും മൗണ്ട് എവറസ്റ്റും വളരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കൃത്യമായിട്ട് പറഞ്ഞാൽ 18 കോടി വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ എല്ലാ കോണ്ടിനെന്റ്സും എല്ലാ രാജ്യങ്ങളും ഒന്നു ചേർത്തൊരു വലിയൊരു കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു. ഇനി പേരുടെ പാൻജീന കോണ്ടിനെന്റ് ഡിഫറൻസ് കാരണമാണ് അതെല്ലാം ഇതിൻ്റെ ടെക്നോളജി കാരണമാണ് ഇതെല്ലാം ഒന്നു ചേർന്നത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ടെക്നോളജിന് വൻ ചെല്ലണം കാരണം കാലക്രമേണ കൃത്യമായിട്ട് കുറഞ്ഞ കുറേ കോടി വർഷങ്ങൾ എടുത്ത് കഴിഞ്ഞ് അതെല്ലാം വേർപെട്ട് പോകാൻ തുടങ്ങി. അന്ന് ആ പാൻജീനിലുള്ള ഒരു സ്ഥലമായിരുന്നു ഇന്ത്യ. അത് ഇന്ത്യയും വേർപെട്ട് ഒരു ദ്വീപ് പോലെ യുറേഷ്യയിലോട്ട് ലക്ഷ്യം വെച്ച് പോയി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഭൂമിയിൽ ഏറ്റവും സ്പീഡിൽ ചലിക്കുന്ന കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ. വർഷത്തിൽ 7 സെൻറ്റിമീറ്ററിലാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കൃത്യം 18 കോടി വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യ ചലിച്ചുകൊണ്ടിരുന്ന ആ സ്പീഡെന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ, ഒരു വർഷം 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അല്ല, ആ 12 സെൻറ്റിമീറ്റർ സ്പീഡിൽ വന്നാണ് യുറേഷ്യയിലോട്ട് വന്നിടിച്ചത്. ആ ഇടിയുടെ ഫലമായി 2 കോണ്ടിനെൻറ്റ്സും കൂടെ അതോട് ഇടിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു വൻ കുടിമുടി രോഗം രൂപപ്പെട്ടു. ആ കുടിമുടിയുടെ പേരാണ് ഹിമാലയ കുടിമുടി. കൂടാതെ അതിനകത്ത് ഏറ്റവും വലിയ എവറസ്റ്റ് കൂട്ട് ഇപ്പോഴും ആ കൂട്ടിയിട്ട് നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ വർഷത്തിൽ 5 സെൻറ്റിമീറ്ററിൽ യുറേഷ്യയിലോട്ട് ഇന്ത്യ ഇടിച്ചു കയറുകയാണ്. അപ്പോൾ അതാണ് ഹിമാലയയും മൗണ്ട് എവറസ്റ്റും വളരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം തന്നെ മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20,000 ഫീറ്റ് മേലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ PR സൈനിക.